നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ വിചാരണ കർണാടകയിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ വാദത്തിന് താൽപര്യമില്ല എന്ന് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. നിരന്തരമായി വാദം നീട്ടിവെക്കാൻ ഇഡി ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ വിചാരണ എറണാകുളം PMLA കോടതിയിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജിയിലാണ് രൂക്ഷ വിമർശനം. കേരളത്തിൽ വിചാരണ നടന്നാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇഡിയുടെ നീക്കം. ഹർജിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ശിവശങ്കറിൻ്റെയും ഇഡിയുടെയും സത്യവാങ്മൂലങ്ങളും വാദങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അന്തിമവാദത്തിലേക്ക് കടന്ന കേസിൽ നിരന്തരമായി ഇഡിക്ക് വേണ്ടി അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നില്ല. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത് വാദം മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് ഇന്നും ഇഡി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ ഇതിനെ ശക്തമായി എതിർത്തു. കഴിഞ്ഞ 4 തവണയും ഇഡി ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വാദം മാറ്റിവെപ്പിച്ചതെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് ഇഡിക്ക് വാദത്തിന് താല്പര്യമില്ല എന്ന് കോടതി ചോദിച്ചത്. പിന്നീട് 6 ആഴ്ചക്കകം പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരാക്കി മാറ്റാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. കർണാടകയിൽ BJP ഭരണത്തിലുള്ളപ്പോഴായിരുന്നു ഇഡി വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. ഹർജി കേരളത്തെ അപമാനിക്കാനാണെന്ന ആരോപണം സത്യവാങ്മൂലത്തോടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. അന്തിമവാദത്തിലേക്ക് നീങ്ങിയ കേസിൽ ഇഡിയുടെ താല്പര്യമില്ലായ്മ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു ഹർജിയെന്ന ആരോപണം ശരിവെക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.